നമസ്കാരം. സ്ത്രീധന പീഡനത്തെ തുടർന്ന് BAMS വിദ്യാർത്ഥിനി വിസ്മയ ഭദ്രഗൃഹത്തിൽ ജീവനൊടുക്കിയ കേസിലെ പ്രതിയായ ഭർത്താവ് കിരൺ കുമാറിന് ജാമ്യം. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ഹർജി സുപ്രീം കോടതി അംഗീകരിച്ചു. വിസ്മയ ജീവനൊടുക്കിയ കേസിൽ തനിക്കെതിരായ ശിക്ഷ മരവിപ്പിക്കണം, ജാമ്യം നൽകണം എന്നാവശ്യപ്പെട്ടാണ് കിരൺ കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്ന് കാണിച്ച് കിരൺ കുമാർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ തീരുമാനമെടുക്കും വരെയാണ് ശിക്ഷാവിധി മരവിപ്പിച്ചത്. ജസ്റ്റിസുമാരായ MM സുന്ദരേശൻ, വിനോദ് ചന്ദ്ര ഉൾപ്പെടെയുള്ള ബെഞ്ചാണ് കിരണിന് ജാമ്യം നൽകിയത്. 4.5 വർഷമായി ജയിലിലാണെന്ന വാദം കോടതി അംഗീകരിച്ചു. ഹൈക്കോടതി അപ്പീൽ പരിഗണിക്കുന്നത് വൈകിപ്പിക്കുന്നത് നീതി നിഷേധമാണെന്ന് ഇയാൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ദീപക് പ്രകാശ് ഉയർത്തിയ വാദവും സുപ്രീം കോടതി അംഗീകരിച്ചു. 10 വർഷം തടവും 12 ലക്ഷം രൂപ പിഴയുമാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ വിധിച്ചത്. ഇത് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ പ്രതി സമീപിക്കുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ നടപടി വൈകുന്നതിനിടയിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം നേരത്തെ ഹൈക്കോടതി നിരസിച്ചിരുന്നു. നിലവിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് കിരൺ കുമാർ. 2019 മെയ് 31-നായിരുന്നു BAMS വിദ്യാർത്ഥിനിയായിരുന്ന വിസ്മയയും മോട്ടോർ വാഹന വകുപ്പിൽ AMVI ആയിരുന്ന കിരൺ കുമാറുമായുള്ള വിവാഹം നടന്നത്. 100 പവൻ സ്വർണവും 1.25 ഏക്കർ ഭൂമിയും 10 ലക്ഷം രൂപ വില വരുന്ന കാറും ശ്രീധനമായി നൽകിയാണ് വിവാഹം നടത്തിയത്. വിവാഹം കഴിഞ്ഞ ആദ്യ മാസം മുതൽ തന്നെ ശ്രീധനത്തെ ചൊല്ലി കിരൺ പീഡിപ്പിക്കുന്നുവെന്ന് വിസ്മയ മാതാപിതാക്കളോട് പരാതി പറഞ്ഞിരുന്നു. സഹോദരൻ വിജിത്തിന്റെ വിവാഹത്തിൽ കിരൺ പങ്കെടുക്കാതിരിക്കുക കൂടി ചെയ്തതോടെ വിസ്മയ ഇയാളുമായി മാനസികമായി കൂടുതൽ അകന്നിരുന്നു. 2021 ജൂൺ 12-ന് വിസ്മയെ ശാസ്താംകോട്ട ശാസ്താനടയിലെ ഭദ്രവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ കിരണിന്റെ പീഡനം കാരണമാണ് വിസ്മയ ആത്മഹത്യ ചെയ്തതെന്ന് വിസ്മയുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങളടക്കം നിരത്തി കുടുംബം രംഗത്തെത്തുകയും കിരൺ കുമാർ അറസ്റ്റിലാവുകയുമായിരുന്നു. വിസ്മയ ഭദ്രഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ അടുത്ത ദിവസം തന്നെ അച്ഛൻ ത്രിവിക്രമൻ നായർ അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു. ഉടൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ത്വരിതഗതിയിൽ നടപടി സ്വീകരിക്കുകയായിരുന്നു. അന്വേഷണത്തിന് ശാസ്താംകോട്ട DYSP P രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ ടീമിനെ നിയോഗിക്കുകയും IG ഹർഷിത അട്ടല്ലൂരിക്ക് മേൽനോട്ട ചുമതല നൽകുകയും ചെയ്തു. ശൂരനാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത കിരണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വകുപ്പ് തല അന്വേഷണത്തെ തുടർന്ന് 2021 ഓഗസ്റ്റ് 6-ന് കിരണിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. സംഭവം നടന്ന് 80 ദിവസത്തിനകം ശാസ്താംകോട്ട DYSP P രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. 2022 ജനുവരി 10-ന് കൊല്ലം 1-ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങി. ഇടവേളയില്ലാതെ മെയ് 17-ന് കേസിന്റെ വിചാരണ പൂർത്തിയാക്കി. കിരണിൽ നിന്ന് വിസ്മയക്കുണ്ടായ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്ക് ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കാനും അവ വിചാരണ കോടതിയെ ബോധ്യപ്പെടുത്താനും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ G മോഹൻരാജിന് കഴിഞ്ഞു. സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളായിരുന്നു ആശ്രയം. കിടപ്പുമുറിയിലുണ്ടായിരുന്ന വസ്തുക്കൾ, അടയാളങ്ങൾ, ഫോൺ സംഭാഷണങ്ങൾ, വാട്സ്ആപ്പ് സന്ദേശങ്ങൾ, ജൂൺ 21-ന് പുലർച്ചെ വിസ്മയെ എത്തിച്ച ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. 120 രേഖയും 12 തൊണ്ടി മുതലും ഹാജരാക്കിയ പ്രോസിക്യൂഷൻ 42 സാക്ഷികളെ വിസ്തരിച്ചു.